നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3 ആണ്. പമ്പ് എന്നുള്ള ടോപ്പിക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഡിസ്കഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൽ പമ്പിൻ്റെ ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ എനർജി ഫോമിനെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ തേർഡ് പോയിന്റ് ഉണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പമ്പിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കിയതിന് ശേഷം ഡിസ്കഷനിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. അതിൽ സെൻട്രിഫ്യൂഗൽ എന്നുള്ള വാക്ക് എങ്ങനെ വന്നു എന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. പക്ഷെ അതിൻ്റെ മുന്നോടിയായിട്ട് എനിക്ക് നിങ്ങളെ ഒരു സഹായം വേണം. പ്രഷറിനെ സംബന്ധിച്ചുള്ള ഒരു ഐഡിയ നിങ്ങളെ മനസ്സിൽ വേണം. ഒന്നാമത്തെ മൊഡ്യൂളിലായിരുന്നു പ്രഷർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ ആദ്യം തുടങ്ങുന്നത് മൊഡ്യൂൾ 3 ആയതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രഷറിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവണമെന്നില്ല. എന്നിരുന്നാലും നമുക്ക് ഫസ്റ്റ് മൊഡ്യൂള് പഠിക്കുന്ന സമയത്ത് വിശദമായിട്ട് പഠിക്കാമെങ്കിലും ഇപ്പോൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇതൊരു വെസലാണ്, ഒരു പാത്രമാണ്. ഈ പാത്രത്തിൽ കുറേ ലിക്വിഡ് നിറച്ചു. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം, വെള്ളം നിറച്ചു എന്ന് പറയാം, വാട്ടർ നിറച്ചു എന്ന് പറയാം. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇതിൻ്റെ മുകളിൽ അന്തരീക്ഷം ഉണ്ട് അല്ലേ. ഇത് ഭൂമിയിലാണ് വെച്ചിട്ടുള്ളത്. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്, എയർ പാർട്ടിക്കിൾസിൻ്റെ ഒരു ഭാഗത്തെ നമുക്ക് അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കാം. നമ്മുടെ അന്തരീക്ഷത്തിൽ ധാരാളം എയർ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ എയർ പാർട്ടിക്കിൾസിനൊക്കെ വെയിറ്റും ഉണ്ട് അല്ലേ. എയർ പാർട്ടിക്കിൾസിന് എന്തുണ്ട്, വെയിറ്റ് ഉണ്ട്. ഈ വെയിറ്റ് എവിടെ ആക്ട് ചെയ്യും, ഈ ഫ്ലൂയിഡിൽ ആക്ട് ചെയ്യും, ഫ്ലൂയിഡിന്റെ സർഫസിൽ ആക്ട് ചെയ്യും. ഓക്കെ, ഈ വെയിറ്റ് എവിടെ ആക്ട് ചെയ്യും, ഫ്ലൂയിഡിന്റെ ഈ സർഫസിൽ ആക്ട് ചെയ്യും. ഓക്കെ, ഈ വെയിറ്റ് W നമുക്ക് അതിനെ ഡിനോട്ട് ചെയ്യാം. ഈ വെയിറ്റ് ഫ്ലൂയിഡ് സർഫസിൽ ആക്ട് ചെയ്യുമ്പോൾ ഈ ഫ്ലൂയിഡ് സർഫസിന് നമുക്ക് ഏരിയ എന്ന് പറയാം അല്ലെ. ആക്ട് ചെയ്യുന്ന ആ പ്ലേസിൽ നമുക്ക് ടെക്നിക്കലി എങ്ങനെ വിളിക്കാം, അല്ലെങ്കിൽ മാത്തമെറ്റിക്കലി നമുക്ക് ഏരിയ എന്നുള്ള ഒരു ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യാം. സോ ഈ വെയിറ്റ് ഈ ഏരിയയിൽ ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പ്രഷർ. P=, ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള ഡെഫിനേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താന്ന് മനസ്സിലാക്കുക. എന്താ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? എയർ പാർട്ടിക്കിൾസ് ഒരു ഒബ്ജക്റ്റിൽ അതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രഷറിനെ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് വിളിക്കാം. വെറും പ്രഷർ എന്നല്ല, അറ്റ്മോസ്ഫറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് എന്നുള്ളൊരു വാക്ക് വരാനുള്ള ഒരു കാരണം, അറ്റ്മോസ്ഫിയർ കാരണമാണ് അവിടെ പ്രഷർ ഉണ്ടാവുന്നത്. അറ്റ്മോസ്ഫിയർ മീൻസ് എയർ പാർട്ടിക്കിൾസ് മൂലമാണ് അവിടെ എന്തുണ്ടാവുന്നത്, പ്രഷർ ഉണ്ടാവുന്നത്. അതായത് ഒരു മനുഷ്യൻ ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിൽ എന്തുണ്ട്, അറ്റ്മോസ്ഫിയർ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ 4 പുറം വായുണ്ട്. ഒരു കിണറെടുത്തു, ഒരു കിണറെടുത്തു. ഓക്കെ, ഈ കിണർ നിറച്ച് വെള്ളം നിറഞ്ഞു നിൽക്കാന്ന് വിചാരിച്ചോ. അപ്പൊ ഈ വെള്ളത്തിന്റെ മുകളിൽ എന്ത് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്, അറ്റ്മോസ്ഫിയർ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഭൂമിയിൽ നമുക്കറിയാം വായു എന്ന പാർട്ടിക്കിൾ, എയർ പാർട്ടിക്കിൾസ് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്, അറ്റ്മോസ്ഫിയറിലുണ്ട്. സോ അറ്റ്മോസ്ഫിയർ മുഖാന്തരം ഉണ്ടാകുന്ന പ്രഷറിനെ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് വിളിക്കാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രമാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷറിനെ ഇപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് വരും ക്ലാസ്സുകളിൽ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഡിസ്കഷൻ തുടങ്ങുന്ന സമയത്ത് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് കിട്ടേണ്ട ഒരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ, അറ്റ്മോസ്ഫിയറിലെ എയർ പാർട്ടിക്കിൾസിന്റെ വെയിറ്റ് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന സമയത്ത്, ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുക മീൻസ് ആ ഒബ്ജക്റ്റിൽ ഇങ്ങനെ അമർത്തുക അല്ല, ഒരു വെയിറ്റ് ഇങ്ങനെ അമർത്തുന്ന ഒരു അവസ്ഥയല്ല ഉണ്ടാവുക, ഒരു പുഷിങ് എഫക്റ്റ് ഉണ്ടാവുക. സോ എയർ പാർട്ടിക്കിൾസിന്റെ ആ ഒരു ആക്ഷൻ മൂലം ഉണ്ടാകുന്ന പ്രഷറിനെ നമുക്ക് എന്ത് വിളിക്കാം, അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് വിളിക്കാം. അറ്റ്മോസ്ഫറിക്, ആ വാക്ക് എന്തുകൊണ്ടാണ് വന്നെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, നേരെ വേറൊരു പ്രഷറിലേക്ക് കിടക്കുകയാണ്, വാക്വം പ്രഷർ. എന്താണ് വാക്വം പ്രഷർ, അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് പ്രഷർ എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇതൊരു ഗ്ലാസ് ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, എയർ ഉണ്ട്. ഞാനിവിടെ ഒരു ചെറിയൊരു പൈപ്പിന്റെ കഷ്ണം എടുത്തു. ഇതിലൂടെ ആ എയർ വലിച്ചെടുത്തു പുറത്തേക്ക്. ഇതിലൂടെ എയർ എന്ത് ചെയ്തു, പുറത്തേക്ക് വലിച്ചെടുത്തു. ഇതിനുള്ളിൽ എയർ ആയിരുന്നു, ആ എയർ ഇതിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പാത്രത്തിന്റെ ഉള്ളിൽ എയർ പോയി, എയർ ഇല്ലാത്തൊരവസ്ഥ വന്നു. വിച്ച് മീൻസ് അവിടെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ അല്ലേ. അവിടെ എന്തില്ല, അത് എയർ ഉണ്ടായിരുന്നു. ഇപ്പോൾ എയർ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചോ, ഈ വെള്ളം മുഴുവനായിട്ടും ഇതിലൂടെ വലിച്ചെടുത്തു. അപ്പൊ ഇവിടെ ഒന്നുമില്ല അല്ലെ, ഒരു പാർട്ടിക്കിളും ഇല്ല, ലിക്വിഡോ അല്ലെങ്കിൽ ഒരു ഗ്യാസോ ഒന്നും അവിടെ ഇല്ല എന്ന് വിചാരിച്ചോ. അത്തരം സ്ഥലത്തെ നമുക്ക് സ്പേസ് എന്ന് വിളിക്കാം. സ്പേസ് എന്ന് വിളിക്കാം. ഈ സ്പേസിന് പ്രത്യേകത ഉണ്ട്. സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഒഴിഞ്ഞ സ്ഥലം അല്ലെ. അവിടെ ഒന്നുമില്ല. അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ പ്രഷറാണ് വാക്യൂം പ്രഷർ എന്നാ പറയാം.
വാക്യൂം പ്രഷറിന് ഒരു 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 പാർട്ടിക്കിൾസും ഇല്ലാത്ത പ്രഷർ എന്ന് മാത്രം അർത്ഥമില്ല. അതിന്റെ ഒരു ലോജിക്ക് പറയുകയാണെങ്കിൽ വാക്യൂം പ്രഷർ അറ്റ്മോസ്ഫറിക് പ്രഷറിനേക്കാൾ കുറവായിരിക്കും. എങ്ങനെ? അറ്റ്മോസ്ഫറിക് പ്രഷറിനേക്കാൾ കുറവായിട്ടുള്ള പ്രഷറിനെ നമുക്ക് സിമ്പിളി എന്ത് വിളിക്കാം? വാക്യൂം പ്രഷർ എന്ന് വിളിക്കാം. നിങ്ങൾ അത്രയെങ്കിലും മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഞാൻ 2 പ്രഷർ പറയാണ്. ഒരു അറ്റ്മോസ്ഫറിക് പ്രഷർ പറയാണ്, ATM PR. ATM PR മീൻസ് അറ്റ്മോസ്ഫറിക് പ്രഷർ. പിന്നെ വേറെ പ്രഷർ പറയാണ് വാക്യൂം പ്രഷർ. വാക്യൂം പ്രഷർ. നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിൽ എയർ പ്രഷറാണോ അറ്റ്മോസ്ഫിയർ പ്രഷറാണോ വാക്യൂം പ്രഷറാണോ വലുതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ കഴിയണം അറ്റ്മോസ്ഫിയർ പ്രഷറാണ് ഏറ്റവും വലുത്. വാക്യൂം പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കുറവുള്ള പ്രഷറിനെ നമുക്ക് എന്ത് വിളിക്കാം? വാക്യൂം പ്രഷർ എന്ന് വിളിക്കാം. ഇത് നിങ്ങൾക്ക് ഈ ഒരു 2 കോൺസെപ്റ്റ് നമ്മുടെ പമ്പിന്റെ വർക്കിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണം. അതിനു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഔട്ട്കം എന്താണ്? അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും വലുത്, വാക്യൂം പ്രഷർ ആയിരിക്കും ചെറുത് വാല്യൂ നോക്കുമ്പോൾ. ഓക്കെ. അപ്പൊ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ ചെറിയ പ്രഷറിനെ നമുക്ക് എന്ത് വിളിക്കാം? വാക്യൂം പ്രഷർ എന്ന് വിളിക്കാം. ഇത് കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ അല്ല, ഇതിന്റെ ഒരു ഐഡിയ മാത്രമാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ബാക്കി ഡെഫിനിഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതാത് സമയങ്ങളിൽ അത് മനസ്സിലാക്കി വെക്കാം. ഇനി പഠിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ഇതൊരു പൈപ്പാണ്. ഓക്കെ. ഈ പൈപ്പിൽ ഈ ഭാഗത്തുനിന്ന് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. നമുക്ക് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക്, അതായത് ഈ പോയിന്റിലേക്ക് ഫ്ലൂയിഡ് സഞ്ചരിക്കണം. ഇങ്ങനെ ഫ്ലൂയിഡ് സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മെഷീനറിയുടെയും സഹായം കൂടാതെ ഓട്ടോമാറ്റിക്കലി അത് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എനർജി ഡിഫറൻസ് വേണം. അതായത് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ഫ്ലൂയിഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് എനർജി ഹൈ ആയിരിക്കണം, ഈ ഭാഗത്ത് എനർജി ലോ ആയിരിക്കണം. ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്കാണ് എപ്പോഴും എന്ത് സഞ്ചരിക്കുക? ഫ്ലൂയിഡ് സഞ്ചരിക്കുക. ഓക്കെ. നമുക്കിതൊരു ഹൊറിസോണ്ടൽ പൈപ്പ് ആയതുകൊണ്ട് ഒന്നും കൂടെ സിംപ്ലി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഹയർ പ്രഷറിൽ നിന്നും ലോവർ പ്രഷറിലേക്കാണ് ഫ്ലൂയിഡ് എപ്പോഴും സഞ്ചരിക്കുക. അപ്പോൾ ഫ്ലൂയിഡിന്റെ ഒരു ഒഴുക്ക് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ, ഓട്ടോമാറ്റിക്കലി സാധ്യമാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രഷറിന് ഡിഫറൻസ് വരുത്തിയാൽ മതി. പ്രഷറിന് മാത്രം ഡിഫറൻസ് വരുത്തിയാൽ പോരാ, ടോട്ടൽ എനർജിക്ക് ഡിഫറൻസ് വരുത്തണം. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവണമെന്നില്ല. അപ്പൊ സിമ്പിൾ എന്ത് മനസ്സിലാക്കി വെക്കുക? പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഫ്ലൂയിഡ് ഓട്ടോമാറ്റിക്കലി ഒഴുകും. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങളൊരു കോഫി ഷോപ്പിൽ കയറി, ഓക്കെ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ജ്യൂസ് കോർണർ, ഒരു ജ്യൂസ് സപ്ലൈ ചെയ്യുന്ന ഒരു ഷോപ്പിൽ കയറി. ഇതൊരു ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ്സിൽ കുറച്ച് ജ്യൂസ് നിറയ്ക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജ്യൂസ്. നമുക്കറിയാം ഈ ജ്യൂസ് കുടിക്കാൻ വേണ്ടി നമുക്കൊരു സ്ട്രോ തരും അല്ലേ? ഈ സ്ട്രോയിലൂടെയാണ് നമ്മൾ ജ്യൂസ് കുടിക്കാറ്. എങ്ങനെയാണ് ഈ ഗ്ലാസ്സിൽ കിടക്കുന്ന ജ്യൂസ് ഈ സ്ട്രോയിലൂടെ കയറി നമ്മുടെ വായിലേക്ക് എത്തുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിക്കണം. അവിടെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ ടെക്നിക്കലി അല്ല സംസാരിക്കുന്നത്, നമ്മുടെ കോമൺ സെൻസിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്കറിയാം ഗ്ലാസ്സിൽ എന്തുണ്ട്? ജ്യൂസ് ഉണ്ട് അല്ലേ? ഈ സ്ട്രോന്റെ അകത്ത് ഈ മുകളിലത്തെ ഹോളിലൂടെ ആര് കയറി നിൽക്കുന്നുണ്ടാവും? എയർ കയറി നിൽക്കുന്നുണ്ടാവും അല്ലേ? ഈ ജ്യൂസിന്റെ മുകളിൽ ഈ ഭാഗത്തും എയറിന്റെ ഒരു പുഷിങ് ഉണ്ടാവും. അതായത് ജ്യൂസിന്റെ ഈ സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എയറിന്റെ പ്രഷർ ആയതുകൊണ്ട് അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. എയറിന്റെ വെയിറ്റ് മുഖാന്തരം ഉണ്ടാകുന്ന പ്രഷർ ആയതുകൊണ്ട് അറ്റ്മോസ്ഫറിക് പ്രഷറാണ് അല്ലെ? അറ്റ്മോസ്ഫിയർ പ്രഷർ ഇവിടെ ഉണ്ട്. ഇതിന്റെ ഉള്ളിലും എയറാണ് കയറി നിൽക്കുന്നത്. അതായത് സ്ട്രോന്റെ ഉള്ളിലും അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. ഓക്കെ. ജ്യൂസ് എന്ന ഈ ലിക്വിഡിന്റെ സർഫസിലും അറ്റ്മോസ്ഫറിക് പ്രഷറാണ്, സ്ട്രോന്റെ ഉള്ളിലും അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. രണ്ടും സെയിം പ്രഷറാണ്. അതുകൊണ്ട് ഫ്ലൂയിഡ് എങ്ങോട്ടും ഒഴുകൂല. ഓക്കെ. ഇനി ചെയ്യുന്ന പരിപാടി, നമ്മൾ ഈ സ്ട്രോ ഇങ്ങനെ വലിച്ചു കുടിക്കുന്ന സമയത്ത് സ്ട്രോയുടെ അകത്തെ എയറിനെ നമ്മൾ വലിച്ചു പുറത്തേക്ക് കളയാണ്. ഒരു കാര്യം മനസ്സിലായി, ഈ സ്ട്രോന്റെ ഉള്ളിൽ ഇപ്പം എന്തില്ല? എയർ പാർട്ടിക്കിൾസ് ഇല്ല. സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുന്ന പ്രഷർ ഏതായിരിക്കും? വാക്യൂം പ്രഷർ ആയിരിക്കും. മറന്നു പോകരുത്, ഞാൻ സ്പേസ് എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വാക്യൂം പ്രഷറാണ്, നെഗറ്റീവ് പ്രഷറാണ്. ഇവിടെ എന്ത് പ്രഷറാ? അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. ഇവിടെ എപ്പോഴും അന്തരീക്ഷത്തിലെ വായുകണികകൾ, എയർ പാർട്ടിക്കിൾസ് ഇവിടെ അതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ആ വെയിറ്റ് മുഖാന്തരം ഉണ്ടാവുന്ന എയർ പാർട്ടിക്കിൾസിന്റെ വെയിറ്റ് മുഖാന്തരം ഇവിടെ പ്രഷർ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് അല്ലെങ്കിൽ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അന്തരീക്ഷ മുഖാന്തരം, അറ്റ്മോസ്ഫിയർ മുഖാന്തരം ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്? പ്രഷർ ഉണ്ടാവുന്നുണ്ട്. സോ അറ്റ്മോസ്ഫിയർ പ്രഷറാണ് ഇവിടെ.
സ്ട്രോന്റെ ഉള്ളിൽ വാക്വം പ്രഷറാണ്. അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കുറവാണ് വാക്വം പ്രഷർ. ഞാൻ നേരത്തെ അത് പ്രത്യേകം ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ അറ്റ്മോസ്ഫിയർ പ്രഷറാണ് ഇവിടെ, അതാണ് ഏറ്റവും കൂടുതൽ. ഇവിടെ വാക്വം പ്രഷറാണ്, അത് കുറവാണ്. സോ കൂടിയ പ്രഷറുള്ള ഭാഗത്തു നിന്നും കുറഞ്ഞ പ്രഷറുള്ള ഭാഗത്തേക്ക് ആര് സഞ്ചരിക്കും? ഫ്ലൂയിഡ് സഞ്ചരിക്കും. അതായത് ഈ ഗ്ലാസിന്റെ ഉള്ളിൽ നിന്ന് ജ്യൂസ് സ്ട്രോന്റെ അകത്തൂടെ ഇങ്ങനെ കയറി വരും. എന്താ കാരണം? ഈ സ്ട്രോന്റെ ഉള്ളിൽ വാക്വം പ്രഷറും ഈ ജ്യൂസിന്റെ സർഫസിൽ അറ്റ്മോസ്ഫറിക് പ്രഷറും ആയതുകൊണ്ടാണ് അല്ലെ. അറ്റ്മോസ്ഫിയർ പ്രഷർ വലുതാണ്, വാക്വം പ്രഷർ ചെറുതാണ്. ഹയർ പ്രഷറിൽ നിന്നും ലോവർ പ്രഷറിലേക്ക് എന്ത് സഞ്ചരിക്കും? ഫ്ലൂയിഡ് സഞ്ചരിക്കും. ഓക്കെ. അപ്പൊ അവിടെ പ്രഷർ ഡിഫറൻസ് ഉണ്ടായത് കാരണമാണ് സ്ട്രോക്ക് അകത്തു കൂടെ എന്ത് കയറുന്നത്? ഈ ഒരു പാർട്ടിക്കിൾസ് കയറുന്നത്. ഇനി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ഭൂമിയിൽ കാറ്റ് വീശാറുണ്ട് അല്ലെ. കാറ്റ് നമ്മളെ ഭൂമിയിൽ വീശാറുണ്ട്. എങ്ങനെയാണ് ഈ കാറ്റ് വീശുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതൊരു ഏരിയ എന്ന് വിചാരിച്ചു. ഇതൊരു ഏരിയയാണ്, നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ്. ഓക്കെ. ഇങ്ങനെ ഈ ഭാഗത്ത് നിന്ന്, അതായത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് കാറ്റ് വീശുന്നുണ്ടെന്ന് വിചാരിച്ചോ. എങ്ങനെ വീശുന്നത്? നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് പ്രഷർ കുറവായിരിക്കും, ഈ ഭാഗത്ത് പ്രഷർ കൂടുതലായിരിക്കും. ഹയർ പ്രഷറിൽ നിന്നും ലോവർ പ്രഷറിലേക്ക് ഓട്ടോമാറ്റിക്കലി ആര് സഞ്ചരിക്കും? ഫ്ലൂയിഡ് സഞ്ചരിക്കും, എയർ സഞ്ചരിക്കും. ഇവിടെ എയർ പ്രഷർ ആയിരിക്കും, അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും. ഇവിടെ വാക്വം പ്രഷർ ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ ആയിരിക്കും. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറവുള്ള പ്രഷർ ആയിരിക്കും. അത് നമ്മുടെ സൂര്യന്റെ ചൂട്, അതേപോലെ ഓരോ പ്രദേശത്തിന്റെ ഉയരം, അവിടുത്തെ മറ്റു പല കാരണങ്ങളെ കൊണ്ടൊക്കെയാണ് ഈ പ്രഷറിന്റെ ഡിഫറൻസ് വരിക. അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, പ്രഷറിൽ വ്യത്യാസമുണ്ടെങ്കിൽ അവിടെ ഫ്ലൂയിഡ് ഒഴുകാൻ തുടങ്ങും. ഓക്കെ. കൃത്യമായിട്ട് അതിന്റെ ഒരു സൊല്യൂഷൻ പറയുകയാണെങ്കിൽ, എനർജി ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ഒരു ഭാഗത്ത് പ്രഷർ എനർജിയാണ്, പ്രഷർ ഒരു എനർജി ഫോമാണ്. ഓക്കെ. അപ്പോൾ പ്രഷറിലെ വ്യത്യാസം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു 3 തരം എനർജി ഉണ്ട്. പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, അതേപോലെ പൊട്ടൻഷ്യൽ എനർജി. ഇതാണ് 3 എനർജികൾ. ഓക്കെ. അപ്പോൾ ഈ എനർജി ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഫ്ലൂയിഡ് ഒഴുകും. അപ്പോൾ ഒരു ഭാഗത്ത് ഹയർ എനർജി ആയിരിക്കും. നമുക്ക് പ്രഷറിനെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് പ്രഷർ കൂടുതലായിരിക്കും, മറ്റേ ഭാഗത്ത് പ്രഷർ കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സഞ്ചരിക്കും? ഫ്ലൂയിഡ് സഞ്ചരിക്കും. ഓക്കെ. അത് മനസ്സിലാക്കി വെക്കുക. അപ്പം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, അറ്റ്മോസ്ഫിയർ പ്രഷറാണ് കൂടുതൽ, വാക്വം പ്രഷറാണ് കുറവ്. അപ്പോൾ കൂടിയ പ്രഷറിൽ നിന്നും കുറഞ്ഞ പ്രഷറിലേക്ക് ഫ്ലൂയിഡ് ഒഴുകാൻ തുടങ്ങും. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പമ്പിന്റെ വർക്കിംഗ് മനസ്സിലാക്കാം. ഓക്കെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത് കേട്ടോ. അതിൽ ആദ്യം ചെയ്യുന്നത്, ഈ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പ്രത്യേകത, ആദ്യമായിട്ട് ഈ പമ്പിന്റെ വർക്കിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇതുവഴി കുറച്ച് വെള്ളമല്ല, കുറച്ച് ലിക്വിഡ് ഫില്ല് ചെയ്ത് വെക്കും. ഈ പമ്പ് ഏത് ലിക്വിഡാണോ പമ്പ് ചെയ്യുന്നത് ആ ലിക്വിഡ് നിറച്ച് വെക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് കിണറിൽ നിന്നും വെള്ളം നമ്മൾ ടാങ്കിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ചോ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പല ആൾക്കാരും ചെയ്തിട്ടുണ്ടാവും. ഈ സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് വെള്ളം ഈ പൈപ്പിലൂടെ ഇങ്ങനെ നിറക്കും. ഒരു ബക്കറ്റൊക്കെ എടുത്ത് അതിൽ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് ഒരു കപ്പിൽ മുക്കിയിട്ട് അങ്ങനെ ഒഴിക്കും. അത് ചെയ്തിട്ടുണ്ടാവും പല ആൾക്കാരും, അല്ലെങ്കിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ആദ്യമായിട്ട് ഈ പമ്പ് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം, ഈ ഡെലിവറി പൈപ്പിലൂടെ പമ്പിന്റെ കേസിംഗ് മുഴുവനായി, സക്ഷൻ പൈപ്പ് മുഴുവനായി, ഈ ഫൂട്ട് വാൾവ് വരെ ആദ്യം എന്ത് ചെയ്യണം? ലിക്വിഡ് ഫില്ല് ചെയ്യണം. ആ ലിക്വിഡിന്റെ പ്രത്യേകത, ഈ പമ്പ് ഏത് ലിക്വിഡാണോ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ലിക്വിഡ് ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീടുകളിലാണെങ്കിൽ വെള്ളമാണ് പമ്പ് ചെയ്യാറ്. സോ വെള്ളം ആദ്യം എന്ത് ചെയ്യും? ഈ പമ്പിൽ നിറച്ചു വെക്കും. ആ ഒരു പ്രോസസ്സിനെ, ഈ വെള്ളം നിറച്ചു വെക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് പ്രൈമിംഗ് എന്നുള്ളത്. പ്രൈമിംഗ് എന്നാണ് ആ പ്രോസസ്സിന് പറയാം. എന്താണ് പ്രൈമിംഗ് എന്നും അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതൊക്കെ വേറെ സെപ്പറേറ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇപ്പൊ പ്രൈമിംഗ് എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ആദ്യം ഈ പമ്പിൽ ലിക്വിഡ് ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിനെ പ്രൈമിംഗ് എന്ന് വിളിക്കാം. ഓക്കെ. ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെള്ളമുണ്ട്. ഓക്കെ, വെള്ളമുണ്ട്. താഴത്തെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് നമുക്ക് സമ്പ് എന്ന് വിളിക്കാം. സമ്പ് മീൻസ് എവിടെയാണോ ലിക്വിഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു ഭാഗത്തെ സമ്പ് എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിൽ കിണറിലാണ് വെള്ളം സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ കിണറിനെ നമുക്ക് സമ്പ് എന്ന് വിളിക്കാം. ഓക്കെ. അപ്പൊ വെള്ളം സ്റ്റോർ ചെയ്ത ഭാഗത്തെ എന്ത് ചെയ്യാണ്? സമ്പ് എന്ന് വിളിക്കുകയാണ്. സോ ഈ സമ്പിലേക്കാണ് സക്ഷൻ പൈപ്പ് ഇറക്കി വെച്ചിട്ടുള്ളത്. സക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വലിച്ചെടുക്കുക എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കിണറിൽ നിന്നും വലിച്ചെടുക്കുന്ന പൈപ്പ്, ഈ സക്ഷൻ പൈപ്പിലൂടെയാണ് ലിക്വിഡ് പമ്പിലേക്ക് വലിച്ചെടുക്കുക. അതായത് പമ്പിൽ നിന്നും കിണറിലേക്ക് ഇട്ട പൈപ്പിന്റെ പേരാണ് സക്ഷൻ പൈപ്പ്. കിണറിൽ നിന്നും നമ്മൾ ടാങ്കിലേക്ക് ഇടുന്ന പൈപ്പിനെ വിളിക്കുന്ന പേരാണ് ഡെലിവറി പൈപ്പ്.
ഓക്കെ, ഇങ്ങനെ ഒന്ന് എക്സാമിന് എഴുതി വെക്കരുത്, മനസ്സിലാവാൻ വേണ്ടി സംസാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ചില ആൾക്ക് സംശയം ഉണ്ടാവും, സാറേ നമ്മൾ ഇതുവഴി ഇങ്ങനെ ലിക്വിഡ് ഫില്ല് ചെയ്തു, വെള്ളം ഫില്ല് ചെയ്തു അല്ലേ, ഇവിടെ ഇങ്ങനെ ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി അങ്ങ് കിണറിലേക്ക് തന്നെ ഒഴുകി പോകില്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ആ സംശയമുള്ള ഒരു ബ്രില്യൻ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അങ്ങനെ ഒഴുകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫൂട്ട് വാൾവ് എന്നുള്ള ഒരു വാൾവ് വെച്ചിട്ടുള്ളത്. ഈ വാൾവിന് പ്രത്യേകത ഉണ്ട്, ഒരു കാരണവശാലും ഈ ഫൂട്ട് വാൾവ് 2 ഡയറക്ഷനിലേക്ക് ലിക്വിഡിനെ കടത്തി വിടൂല. അപ്പൊ ഇതുവഴി വെള്ളം നമ്മൾ ഇങ്ങനെ ഒഴിക്കണല്ലേ, താഴേക്കാണ് ഒഴുകി വരുന്നത്. ഇങ്ങനെ ഒഴുകി വന്ന് താഴേക്കാണ് ഈ സക്ഷൻ പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്നതെങ്കിൽ ഫൂട്ട് വാൾവ് ക്ലോസ്ഡ് ആയിരിക്കും. എന്നാൽ സംഭാവന താഴെയുള്ള ഭാഗം, ഈ താഴെ നിന്ന് മുകളിലേക്കാണ് ലിക്വിഡ് ഒഴുകുന്നതെങ്കിൽ ഈ വാൾവ് മെല്ലെ ഓപ്പൺ ആവും. അപ്പോൾ ഫൂട്ട് വാൾവിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ പമ്പിൽ ആദ്യമായി ഫില്ല് ചെയ്ത് വെച്ച പ്രൈമിങ് മുഖാന്തരം നിറച്ചു വെച്ച ലിക്വിഡ് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, കിണറിലേക്ക് സമ്പിലേക്ക് ഒഴുകി പോകരുത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഞാൻ ഈ കിണറെന്നും വെള്ളം എന്നൊക്കെ പറയുന്നത് എക്സാമ്പിൾ ആണ്. ശരിക്കും കിണർ അല്ലെങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഭാഗത്തെ സമ്പെന്നും ഈ വെള്ളത്തിന് പകരം ലിക്വിഡ് എന്നാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഞാൻ എക്സാമ്പിളിലൂടെ പറയുമ്പോൾ വെള്ളം എന്നും കിണറും എന്നേ പറയുള്ളൂ. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ മോട്ടർ ഓൺ ആക്കുകയാണ് അല്ലേ, നമ്മൾ മോട്ടർ ഓൺ ആക്കാറുണ്ട്, സ്വിച്ച് ഇടാറുണ്ട്. ഇങ്ങനെ മോട്ടർ ഓൺ ആക്കുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നത്, ഈ ഓറഞ്ച് കളറിൽ കാണുന്ന ഭാഗത്ത് നമുക്ക് ഇമ്പല്ലർ എന്ന് വിളിക്കാം. ഈ ഇമ്പല്ലർ എന്ത് ചെയ്യാണ്, ഇത് തിരിയാൻ തുടത്തും. ഇമ്പല്ലർ എന്ത് ചെയ്യും, തിരിയാൻ തുടത്തും. ഇമ്പല്ലർ തിരിയാൻ തുടങ്ങിയാൽ ഈ കേസിങ്ങിലും ഇമ്പല്ലറിലൊക്കെ ഫില്ല് ചെയ്ത് വെച്ച വെള്ളത്തെ തട്ടിത്തെറിപ്പിക്കും. എന്ത് ചെയ്യും, തട്ടിത്തെറിപ്പിക്കും. ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തെ ലിക്വിഡിനെ തട്ടിത്തെറിപ്പിച്ചാൽ ആ ഭാഗത്ത് പിന്നെന്താ, ലിക്വിഡ് ഇല്ല. അവിടുത്തെ പ്രഷർ എന്തായിരിക്കും, ലിക്വിഡ് ഇല്ല മീൻസ് ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യും അല്ലെ. സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷറാണ് വാക്വം പ്രഷർ. എന്താണ് അവിടുത്തെ പ്രഷർ, വാക്വം പ്രഷർ. ഇവിടെ ഈ കിണർ, ഉദാഹരണത്തിൽ നമ്മൾ കിണർ എന്നാ പറഞ്ഞിരുന്നത്, ഈ കിണർ അന്തരീക്ഷത്തിലേക്ക് ഓപ്പൺ ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ പ്രഷറാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ. സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ പമ്പിന്റെ ഉള്ളിലൂടെ ലിക്വിഡ് കയറും.